നമ്മുടെ സംസ്ഥാനത്ത് പാചക ആവശ്യത്തിന് വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരും ഹോട്ടലുകളിലും മറ്റും വാണിജ്യ സിലിണ്ടർ ഉപയോഗിക്കുന്നവരും മാർച്ച് 25 മുതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്തെത്തിക്കുക. ഇറാനെതിരെ അമേരിക്ക നടത്തിയ ആക്രമണത്തെ തുടർന്നുണ്ടായ പശ്ചിമേഷ്യൻ സംഘർഷം 25-ാം ദിവസം കഴിഞ്ഞതോടെ ലോകമെമ്പാടും ഇന്ധന ദൗർലഭ്യം LPG ഗ്യാസ് ക്ഷാമവും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്കിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരുന്ന LPG ഗ്യാസിന്റെ വരവിൽ വലിയ തോതിൽ തടസ്സങ്ങൾ നേരിട്ടതിനെ തുടർന്നുണ്ടായ LPG ക്ഷാമം ഇനിയും തുടരുന്നതിനാൽ സർക്കാർ ഭാഗത്തു നിന്നും വീണ്ടും ചില നിയന്ത്രണങ്ങൾ വരുവാൻ പോവുകയാണ്. അതേസമയം പരിമിതമായ സ്റ്റോക്ക് ഉപയോഗിച്ച് കൂടുതൽ കുടുംബങ്ങളിലേക്ക് LPG ഗ്യാസ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിലുള്ള 14.2 കിലോഗ്രാം സിലിണ്ടറിലെ ഗ്യാസിന്റെ തൂക്കം 10 കിലോ ആയി കുറയ്ക്കുമെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു. 14.2 കിലോ സിലിണ്ടർ സാധാരണ നിലയിൽ 35 മുതൽ 40 ദിവസം വരെ കുടുംബത്തിന് ഉപയോഗിക്കാൻ കഴിയാറുണ്ട്. 10 കിലോ സിലിണ്ടർ ഏതാണ്ട് 1 മാസം വരെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് കണക്ക് കൂട്ടൽ. ഇത്തരത്തിലെ സിലിണ്ടറിന് പകരം 10 കിലോ LPG മാത്രമായി നൽകിയാൽ കൂടുതൽ പേർക്ക് LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യാൻ കഴിയുമെന്നും അതിനുള്ള നടപടികൾ ഇന്ധന കമ്പനികൾ ആരംഭിച്ചുവെന്നുമായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ LPG പ്രതിസന്ധി നേരിടാൻ ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള സിലിണ്ടറിലെ തൂക്കം കുറച്ച് 10 കിലോഗ്രാം ആക്കുമെന്ന വാർത്തകൾ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത്തരമൊരു നീക്കമില്ലെന്നും ഇത് ഊഹാപോഹം മാത്രമാണെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. ദയവായി ഇത്തരം വാർത്തകൾ വിശ്വസിക്കരുതെന്നും സുജാത ശർമ്മ വ്യക്തമാക്കി. നിലവിൽ ഒരു ഗ്യാസ് ലഭിച്ച ശേഷം വീണ്ടും അടുത്തത് ലഭിക്കണമെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസം കഴിയേണ്ടതുണ്ട്. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 25 ദിവസം കഴിയണം. അനുവദിച്ചിരിക്കുന്ന ഈ ദിവസങ്ങൾക്ക് മുമ്പായി ഏതെങ്കിലും ഒരു രീതിയിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെടും. ഇനി ഏതെങ്കിലും ഒരു രീതിയിൽ ബുക്കായി എന്ന രീതിയിലാണെങ്കിൽ പോലും വിതരണ സമയത്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കില്ല എന്ന അറിയിപ്പായിരിക്കും വിതരണ ഏജൻസിയുടെ സിസ്റ്റത്തിൽ കാണുക. അതിനാൽ സിലിണ്ടർ ലഭിക്കുന്ന തീയതി ശ്രദ്ധിക്കുക. സിലിണ്ടർ ലഭിച്ച് 45 ദിവസം അല്ലെങ്കിൽ നഗരത്തിലാണെങ്കിൽ 25 ദിവസമാകുന്ന സമയത്ത് തന്നെ അടുത്ത സിലിണ്ടറിന് ബുക്ക് ചെയ്യുകയും ചെയ്യുക. ഏകദേശം 93,000 ടൺ LPGയുമായി 2 വലിയ ഇന്ത്യൻ കപ്പലുകൾ ഹോർമോസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇവ മാർച്ച് 26-നും 28-നും ഇടയിൽ ഇന്ത്യൻ തുറമുഖങ്ങളിലെത്തും. കേരളത്തിൽ കൊച്ചി തുറമുഖത്ത് ഫെബ്രുവരി 28-ന് ശേഷം ഗ്യാസ് കപ്പലുകൾ എത്തിയിട്ടില്ല. നിലവിൽ തമിഴ്നാട്ടിലെ എണ്ണൂർ, കർണാടകയിലെ മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള വിതരണത്തെയാണ് കേരളം പ്രധാനമായി ആശ്രയിക്കുന്നത്. മാർച്ച് മാസത്തിൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ വർധനവ് വരുത്തിയിരുന്നു. 14.2 കിലോഗ്രാം ഗാർഹിക സിലിണ്ടറിന് 60 രൂപ ഈ മാസം വർദ്ധിപ്പിച്ചു. കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ ഏകദേശം 920 മുതൽ 933 രൂപ വരെയാണ് നിലവിലെ വില. വീടുകളിലേക്ക് എത്തിക്കുന്നതിന് ദൂരത്തെ അടിസ്ഥാനമാക്കി 50 രൂപ വരെ വിതരണക്കാർ ഇതുകൂടാതെ വാങ്ങുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു സിലിണ്ടറിന് 970 മുതൽ 1000 രൂപ വരെ മാർച്ച് മാസത്തിൽ നമുക്ക് നൽകേണ്ടി വരുന്നുണ്ട്. അതുപോലെ ഗ്യാസ് ക്ഷാമം മൂലം ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വന്ന സാഹചര്യം പരിഗണിച്ച് വാണിജ്യ LPG വിഹിതം 20% ഉയർത്തുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മാർച്ച് 23 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ രാജ്യത്ത് ഹോട്ടലുകൾക്ക് കൂടുതൽ സിലിണ്ടറുകൾ ലഭിക്കും. എന്നാൽ സംസ്ഥാനത്ത് ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സിലിണ്ടറുകൾ വിതരണം ചെയ്യാമെന്ന് കമ്പനികൾ ഉറപ്പ് നൽകിയെങ്കിലും സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കാത്തതിനാൽ വിതരണം ആരംഭിച്ചിട്ടില്ല. ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കേണ്ടത്. കേന്ദ്രം 20% വിഹിതം കൂടി പുനഃസ്ഥാപിച്ചിട്ടും സംസ്ഥാനം ഉത്തരവിറക്കാത്തത് വിവേചനമാണെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി ഇതിനെ പരിഗണിച്ച് പരിഹാരം കാണേണ്ടതിന് പകരം വിഷയം നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത്. LPG ഗ്യാസ് ക്ഷാമം നേരിടാൻ വഴിയുള്ള പാചകവാതകമായ LPG കണക്ഷനുകൾ പ്രോത്സാഹിപ്പിക്കുവാനാണ് സർക്കാരിന്റെ നീക്കം. സിറ്റി ഗ്യാസ് അഥവാ പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസ് പാചക ആവശ്യത്തിന് വീടുകളിൽ ലഭിച്ചിട്ടുള്ളവർക്ക് ഇനി മുതൽ LPG സിലിണ്ടർ കണക്ഷൻ നൽകേണ്ടതില്ലെന്നും നിലവിൽ LPG കണക്ഷൻ ഉള്ളവർക്ക് അത് സറണ്ടർ ചെയ്യണമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട്. വീടുകളിലേക്ക് LPG സിലിണ്ടർ വിതരണം OTP അടിസ്ഥാനമാക്കിയാണ് നടന്നുവരുന്നത്. സിലിണ്ടർ കൃത്യമായ അളവിന് തന്നെ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ DSC നിർബന്ധമാക്കി. അതായത് ഡെലിവറി ഓതന്റിക്കേഷൻ കോഡ്. സിലിണ്ടർ ഡെലിവറി ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും.
ഇത് ഡെലിവറി ബോയ്ക്ക് നൽകിയാൽ മാത്രമേ വിതരണം പൂർത്തിയാകൂ. ഒരു സാമ്പത്തിക വർഷം ഒരു കണക്ഷന് പരമാവധി 15 സിലിണ്ടർ വരെ മാത്രമേ ലഭിക്കൂ. ഇതിൽ 12 സിലിണ്ടർ സബ്സിഡി നിരക്കിലും ബാക്കി 3 വിപണി നിരക്കിലും ലഭിക്കും. നിയമപ്രകാരം ഒരു വീട്ടിൽ ഒരേ സമയം പരമാവധി 2 സിലിണ്ടർ മാത്രമേ സൂക്ഷിക്കാൻ അനുവാദമുള്ളൂ. ഗ്യാസ് സിലിണ്ടറിന് 300 രൂപ സബ്സിഡി ലഭിക്കുന്ന ഉജ്ജ്വലോചന സ്കീമിലുള്ളവർ എല്ലാവരും വർഷവും പൂർത്തിയാക്കേണ്ട ഗ്യാസ് മസ്റ്ററിംഗ് മാർച്ച് 31 പൂർത്തിയാക്കേണ്ടതാണ്. ഗ്യാസ് സബ്സിഡി ലഭിക്കാത്തവരും ഇക്വൈസി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ വ്യക്തി ആധാർ ഉപയോഗിച്ച് ഗ്യാസ് ഏജൻസി ഓഫീസിൽ പോയി സൗജന്യമായി ഇക്വൈസി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. അല്ലെങ്കിൽ സർവീസ് ചാർജ് നൽകി അക്ഷയ കേന്ദ്രങ്ങൾ പോലുള്ള ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ വഴിയും ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. ഗ്യാസ് സിലിണ്ടറിന് നിയന്ത്രണങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു തവണയെങ്കിലും ഗ്യാസ് കണക്ഷൻ ഇക്വൈസി അപ്ഡേഷൻ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.